ലോകമറിയപ്പെടുന്ന വലിയ എഴുത്തുകാരൻ, മോട്ടിവേഷൻ സ്പീക്കറും ആക്ടിവിസ്റ്റുമായ ഒരു മനുഷ്യൻ. കൺട്രി ഫസ്റ്റ് ഫൗണ്ടേഷൻ എന്നൊരു മിഷനിലൂടെ ഫ്രീഡം ത്രൂ എഡ്യൂക്കേഷൻ എന്ന വലിയ പദ്ധതി സ്വപ്നമാക്കി മാറ്റിയ ഒരു മഹത് വ്യക്തിത്വം. അതെ, ശിവ് ഖേര. യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിലൂടെ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ പുസ്തകമായി മാറിയ ആ പുസ്തകത്തിന് ഓതർ കൂടിയായ ശിവ് ഖേരയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ യു ക്യാൻ വിന്നിലെ ചെറിയൊരു ഭാഗം നിങ്ങളെ പരിചയപ്പെടുത്താൻ കൂടി ആഗ്രഹിക്കുകയാണ്. God leads to purpose in life. It is a starting point for success. Aim for the moon. Even if you miss, you will become one of the stars. ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആവും. സക്സസ് സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് ഒരു ഗോൾ ഉണ്ടാവുക എന്നത്. നമ്മളൊരു മൂണ് സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ മൂണിലേക്ക് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മൂണാവാൻ പറ്റില്ലെങ്കിലും സ്റ്റാർസെങ്കിലായിട്ട് മാറാം എന്നാണ് പറയുന്നത്. അതായത് ഒരു കൃത്യമായിട്ട് ഗോള്, ആ ഗോൾ നമ്മൾ വളരെയധികം ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫിൽ നമ്മുടെ സക്സസ് സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് ആ ഗോൾ തന്നെയായിരിക്കും. ഒരു യാത്രക്കാരൻ അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻ്റർസെക്ഷൻ, ഒരു വഴിയിൽ ഒരു ജംഗ്ഷനിലെത്തി. അദ്ദേഹം കൺഫ്യൂസ്ഡ് ഏത് വഴിയെ പോകണം എന്നുള്ളത്. ആ സമയത്ത് അദ്ദേഹം അവിടെ കണ്ടൊരു വയോധികനോട് ചോദിച്ചു, ഏത് വഴിയാണ്, ഈ വഴി പോയാൽ ഞാൻ എവിടെ എത്തും? അപ്പോൾ ആ വയോധികൻ തിരിച്ചു ചോദിച്ചു, താങ്കൾക്ക് എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞ മറുപടി, അങ്ങനെയൊന്നുമില്ല, ഈ വഴി എങ്ങോട്ടാണോ അങ്ങോട്ട് പോയാൽ മതി. ആ സമയത്ത് വയോധികൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഏത് വഴിയും ചൂസ് ചെയ്തോളൂ, ബിക്കോസ് യു ഡോണ്ട് ഹാവ് പർട്ടിക്കുലർ ഗോൾ. കൃത്യമായ ലക്ഷ്യമില്ലെങ്കിൽ ഏത് വഴി പോയാലും ഒരുപോലെയാണ്. ഇതുപോലെ നമ്മുടെ പലരുടെയും ലൈഫ്, നമ്മൾ പോകുന്ന വഴി കൃത്യമായൊരു ഗോൾ ഇല്ലെങ്കിൽ നമ്മൾ ആ പോകുന്ന വഴി പോയിക്കൊണ്ടേയിരിക്കും. ഒരു ലക്ഷ്യമില്ലെങ്കിൽ, ആ ഗോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പല കാര്യങ്ങളും പർപ്പസ്ലെസ് ആയിട്ട് മാറുന്നതാണ്. പൊതുവെ നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള കാര്യമാണ് ഈ ഗോളും ഡ്രീമും വിഷും തമ്മിൽ, അല്ലേ? ഈ ഡ്രീം ആൻഡ് വിഷ് എന്ന് പറയുന്ന ഡിസയേഴ്സ് മാത്രമാണ്. ഡിസയേഴ്സ് എപ്പോഴും ഗോളിലേക്ക് എത്തിക്കണമെന്നില്ല. പക്ഷേ ദോസ് സ്ട്രോങ് ഡിസയേഴ്സ് വിച്ച് ഹാവ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡെഡ് ലൈൻസ്, ഇങ്ങനെയാണെങ്കിൽ ആ ഡിറ്റർമിനേഷനും ഡെഡ് ലൈൻസും ഡെഡിക്കേഷനും എല്ലാം കൂടിയാണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ഡെഫിനറ്റ്ലി ഡിസയേഴ്സിനെ വളരെ സ്ട്രോങ് ആക്കും. അത് നമ്മുടെ ഗോളിലേക്ക് എത്തിക്കാനുള്ള വഴികൾ വളരെ എളുപ്പമാക്കി മാറ്റും. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഗോളുകൾ നേടിയെടുക്കാൻ പലർക്കും സാധിക്കാത്തതിന് ചില കാരണങ്ങളായിട്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ്. ഓപ്റ്റിമിസത്തിൻ്റെ ഓപ്പോസിറ്റാണ് പെസിമിസം എന്ന് പറയുന്നത്. അതായത് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, അത് എനിക്ക് പറ്റിയ പണിയല്ല, എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ആ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗോൾസ് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതേപോലെ ഫിയർ ഓഫ് ഫെയിലിയർ. പൊതുവേ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തോൽക്കുമോ എന്നുള്ള പേടി കാരണം, ആ പേടി നിമിത്തം നമ്മുടെ പല കാര്യങ്ങളും സ്റ്റക്കായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്, അല്ലേ? ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഗോൾ നേടിയെടുക്കാൻ, ഗോളിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മളെ വളരെയധികം പിന്നോട്ട് കളിക്കുന്ന ഒരു കാര്യമാണ് ഫിയർ ഓഫ് ഫെയിലിയർ. മറ്റൊരു കാര്യം പറയുന്നത് ഫിയർ ഓഫ് സക്സസ് ആണ്. അതായത് ജയിക്കുമോ എന്നൊരു പേടിയില്ല, ജയിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള പേടി. ഈ ഫിയർ ഓഫ് സക്സസും ഗോൾ നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ വലിയൊരു റീസണാണ്. പിന്നെ പറയുന്നത് ലാക്ക് ഓഫ് ആംബിഷനാണ്. ഒരു ആംബിഷൻ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കടലിൽ നിന്നും ഒരാൾ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് മീനുകൾ കിട്ടുന്നുണ്ട്. വലിയ മീൻ കിട്ടുന്നുണ്ട്, ചെറിയ മീൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി വലിയ മീൻ കിട്ടുമ്പോഴെല്ലാം ആ മീനിനെ തിരിച്ച് കടലേക്ക് എറിയുന്നുണ്ട്. ഒരു ദിവസം മറ്റൊരാൾ ചോദിച്ചു, താങ്കൾ എന്തിനാണ് വലിയ മീനൊന്നും കടലേക്ക് തിരിച്ചെറിയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ വീട്ടിൽ ചെറിയ ഫ്രൈങ് പാനാണെന്നാണ്. ഒരു ചെറിയ ഫ്രൈങ് പാൻ ഉണ്ടായതുകൊണ്ട് വലിയ മീൻ കൊണ്ട് കാര്യമില്ല. ഇതേപോലെ നമ്മുടെ പലരുടെയും കാര്യങ്ങൾ, ചെറിയ ഫ്രൈങ് പാൻ പിടിച്ച് നടക്കുകയാണ്. വി ക്യാൻ മേക്ക് ഇറ്റ് ബിഗ്, റൈറ്റ്? നമുക്ക് ആ ഫ്രൈങ് പാൻ വലുതാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് വലുതാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആംബിഷൻ വളരെ സ്ട്രോങ് ആക്കാൻ പറ്റും. അടുത്ത കാര്യം പറഞ്ഞാൽ ഫിയർ ഓഫ് റിജക്ഷനാണ്. നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ, നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കപ്പെടുമോ, ആ റിജക്ഷൻ കാരണം നമ്മൾ പലപ്പോഴും ഗോളിൽ നിന്ന് പിൻവലിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞ പ്രൊക്കാസ്റ്റിനേഷനാണ്. പ്രൊക്കാസ്റ്റിനേഷൻ നമ്മൾ മാറ്റി വയ്ക്കുക, അല്ലേ? ഓരോ കാര്യങ്ങളാണ്, കുഴപ്പമില്ല, നാളെ സമയമുണ്ട്, ഇന്നല്ല നാളെ ആക്കാം, അല്ലെങ്കിൽ മറ്റന്നാളാക്കാം, ഓക്കെ നല്ലൊരു തിങ്കളാഴ്ച തുടങ്ങാം. അല്ലെങ്കിൽ എല്ലാ വർഷവും ന്യൂ ഇയർ വരുമ്പോൾ നമ്മൾ പറയും, ഓക്കെ ടുഡേ വിൽ സ്റ്റാർട്ട്. അല്ലെങ്കിൽ ഡിസംബറൊക്കെ ആകുമ്പോൾ പറയാം ന്യൂ ഇയർ ആവട്ടെ അന്ന് തുടങ്ങാം. അതല്ലെങ്കിൽ ഒരു മാസം എൻ്റെ ആകുമ്പോൾ പറയാം 1-ാം തീയതി ആവട്ടെ അന്ന് തുടങ്ങാം. ആ ഒരു നീട്ടി വെക്കുന്ന കാരണം പലപ്പോഴും നമ്മുടെ ഗോളുകൾ വൈകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ലോ സെൽഫ് എസ്റ്റീമാണ്. നമുക്ക് നമ്മോട് സ്വയം ഒരു വിശ്വാസമില്ലായ്മയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസ കുറവ് കാരണം പലപ്പോഴും നമ്മുടെ ഗോളുകൾ വൈകാറുണ്ട്. പിന്നെ ഇഗ്നറൻസ് ആണ്. അതായത് നമ്മുടെ ഗോളുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യുക, അതായത് മാറ്റി വെക്കല്ല, ഈ കാര്യം പിന്നാവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് അത് കുഴപ്പമില്ല, ഇത് പോട്ടെ, ആ ഒരു ഇഗ്നോറൻസ് കാരണമാവും. അതല്ലെങ്കിൽ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദി ഗോൾ. നമ്മുടെ ഗോളുകളെ കുറിച്ച് വ്യക്തമായിട്ടൊരു നോളജ് ഇല്ലെങ്കിൽ ആ ഒരു ലാക്ക് ഓഫ് നോളജ് കാരണം പലപ്പോഴും നമ്മുടെ ഗോളുകൾ നടക്കാതെ പോകാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ഗോളുകളെല്ലാം നേടിയെടുക്കണമെങ്കിൽ അത് നേടിയെടുക്കാനുള്ള വഴികൾ എന്ന് പറയുന്നത് ആ ഗോളുകളിലേക്ക് വളരെ സ്മാർട്ടായിട്ടുള്ള അപ്രോച്ച് നടത്താണ്. അല്ല, സ്മാർട്ടിനായി ഈ പുസ്തകത്തിൽ ഡിഫൈൻ ചെയ്യാൻ എങ്ങനെയാണ്, ഒരു സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ഗോൾസിനും, വളരെ സ്പെസിഫിക് ആവണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നാളെ തൊട്ട് നമ്മുടെ ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കാൻ പോവുകയാണ് വിചാരിക്കുക. നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, എക്സസൈസ് ചെയ്യേണ്ടത്, അതൊരു സ്പെസിഫിക് ആയ കാര്യമാണ്. അത്തരത്തിൽ വളരെ സ്പെസിഫിക് ആവണം. പിന്നെ പറഞ്ഞാൽ മെഷറബിൾ ആവണം. അതായത് നമ്മുടെ ഗോളിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ്, അതിൻ്റെ നമ്മുടെ പ്രോഗ്രസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റണം. പിന്നെ പറഞ്ഞാൽ അച്ചീവബിൾ ആണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അച്ചീവബിൾ ആവണം.
നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ റിയലിസ്റ്റിക് ആണ്, അതായത് അത് കുറച്ച് റിയലിസ്റ്റിക് ആണ്, വെറുതെ ഒരു ഫാൻറ്റസീസ് അല്ല, അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകളായിരിക്കണം. പിന്നെ പറഞ്ഞ ടൈം ബൗണ്ട് ആണ്. ഒരു ടൈം ബൗണ്ട് വെക്കുക, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ആ ഗോളുകൾ ചെയ്ത് തീർക്കുന്ന ടൈം ബൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഗോളിനോട് ഒരു സ്മാർട്ട് അപ്രോച്ച് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി ക്യാൻ അച്ചീവ് ദോസ് ഗോൾസ്. ഈ പാഠഭാഗത്ത് ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ആക്ഷൻ പ്ലാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഗോളുകളെല്ലാം നേടിയെടുക്കാൻ നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് സ്റ്റോറി ഡെവലപ്പ് ചെയ്തെടുക്കാനോ ഒരു ചെറിയ ആക്ഷൻ പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് നമ്മളൊരു കയ്യിലൊരു പേപ്പറും ഒരു പെന്നും കരുതുക, ഒരു ഹാഫ് ആൻ അവർ സമയം നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും നെഗറ്റീവ് ആക്കുന്ന, നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, നമ്മുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വളരെ നമ്മുടെ ഗ്രോത്തിനെ തകർക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്ന പറയുന്നത്. ഒരു 15 മിനിറ്റ് വളരെ ഫ്രീ ആയ ഒരു എൻവയോൺമെൻറ്റിൽ, ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റ് പോയിരിക്കുക. ആ ഒരു സ്ഥലത്തിരുന്ന് നമ്മളൊരു പേപ്പർ എടുത്ത് നമ്മൾ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ 15 മിനിറ്റ് സമയം എടുത്തിട്ട് സ്റ്റോപ്പ് വാച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് സമയം എടുത്ത് നോട്ട് ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ. അതിനുശേഷം അടുത്ത 15 മിനിറ്റ് നമ്മുടെ ലൈഫിലെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ പോസിറ്റീവ് ആക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത 15 മിനിറ്റ് എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളായി, പോസിറ്റീവ് കാര്യങ്ങളായി. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അത് നമ്മുടെ ഒരു സെൽഫായിട്ട്, നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ എന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ വരാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കാൻ ആഗ്രഹിക്കുകയാണ്, ഫുഡെല്ലാം കൺട്രോൾ ചെയ്ത് എക്സസൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പ്ലാൻ ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഒരു പ്ലാൻ റെഡിയാക്കി, ഇത്ര മണിക്ക് എണീക്കും, ഇത്ര മണിക്ക് സെറ്റ് ചെയ്യും. ആ ഒരു പ്ലാൻ റെഡിയാക്കിയിട്ട് നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക, അത് നോട്ട് ഡൗൺ ചെയ്യുക. നമ്മുടെ ഈ പോസിറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് കാര്യം നോട്ട് ഡൗൺ ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെ 21 ഡേയ്സ് റിപ്പീറ്റ് ചെയ്യാൻ അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത്. അതായത് ഈ പറഞ്ഞ പ്രോസസ്സിനെ, നെഗറ്റീവ് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ, പോസിറ്റീവ് കാര്യങ്ങൾ ആഡപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ, അതിൻ്റെ സക്സസ്സിനെ എല്ലാം വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ ഇങ്ങനെ കാണാം. ഈ ഒരു പ്രോസസ്സ് 21 ഡേയ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഗോൾ സെറ്റിങ്ങിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുമെന്നാണ് ഈ പുസ്തകത്തിലൂടെ അതിൻ്റെ 10ാം ചാപ്റ്റർ ആയിട്ടുള്ള ഗോൾ സെറ്റിംഗ് എന്ന പാഠഭാഗത്ത് അദ്ദേഹം പറയുന്നത്. ഈ പുസ്തകത്തിൽ ഒരുപാട് 11 പാഠങ്ങളുണ്ട്. ഈ 11 പാഠങ്ങളെയും വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടൻസ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്, സെക്കൻഡ് ചാപ്റ്റർ ഹൗ ടു ബിൽഡ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, തേർഡ് ചാപ്റ്റർ സക്സസ് ആണ്, ഫോർത്ത് ചാപ്റ്റർ വാട്ട് ഈസ് ഹോൾഡിംഗ് അസ് ബാക്ക് എന്ന ചാപ്റ്ററാണ്, നമ്മുടെ പിന്നോട്ട് വിളിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. 5ാമത്തെ പാഠം മോട്ടിവേഷൻ ആണ്, 6ാം ചാപ്റ്റർ സെൽഫ് എസ്റ്റീം ആണ്, 7th വൺ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആണ്, 8th ചാപ്റ്റർ 25 സ്റ്റെപ്സ് ടു ബിൽഡ് എ പോസിറ്റീവ് പേഴ്സണാലിറ്റി, നമ്മുടെ ലൈഫിനെ പോസിറ്റീവ് പേഴ്സണാലിറ്റി ആക്കി മാറ്റാനുള്ള 25 സ്റ്റെപ്സ് ആണ് 8th ചാപ്റ്റർ പറയുന്നത്. 9th ചാപ്റ്റർ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഹാബിറ്റ്സ് എന്നുള്ളതാണ്. 10th ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗോൾ സെറ്റിംഗ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഇസ് വാല്യൂസ് ആൻഡ് വിഷൻ. ഈ 11 ചാപ്റ്ററുകളും ഒരു മനുഷ്യൻ്റെ ലൈഫിൽ പേഴ്സണാലിറ്റി സ്കിൽ ഡെവലപ്പ് ചെയ്യാനും യു ക്യാൻ വിൻ എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കാനുമുള്ള ഓരോ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പുസ്തകം എന്തായാലും വായിച്ചിരിക്കണം. ഈ പുസ്തകത്തിൻ്റെ കവർ പേജിൽ പറയുന്നത് യു ക്യാൻ വിൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടൂൾ ഫോർ ടോപ്പ് അച്ചീവേഴ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ദേ ആർ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി എന്നാണ് ശിവ് ഖേരയുടെ ഒരു കോട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കണം. ഇത്തരത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനും നമ്മുടെ ലൈഫിൽ പോസിറ്റീവാക്കി മാറ്റുന്ന സാധ്യതയുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാനും വീണ്ടും ഈ XANY ഷാൻഡി ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പുസ്തക റിവ്യൂകൾ മറ്റും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ബുക്കിൻ്റെ സജഷൻസ് നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 സ്റ്റെപ്സ് ലൈഫിൽ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.